തരത്തിൽ കുടുംബമാവട്ടെ സമ്പത്താവട്ടെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത പണമൊഴുക്കി നമ്മളെ പരാജയപ്പെടുത്താനുള്ള എല്ലാ ആസൂത്രണവും നടത്തി. പക്ഷേ ആ ഘട്ടവും നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി നമ്മുടെ പ്രവർത്തകർക്ക് ഒരു പൊതുവികാരം രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ പറയുന്ന രാഷ്ട്രീയ എതിരാളികളോട്, പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളോട് ശത്രുത വെച്ച് പുലർത്തുന്നവരല്ല നമ്മൾ. അവരെ ഏതെങ്കിലും തരത്തിൽ നമ്മളുമായി അവരെ ചേർത്ത് നിർത്താൻ നമ്മുടെ രാഷ്ട്രീയ അജണ്ടയായ സംഘപരിവാർ ഭീകരതയെ ചെറുക്കുക എന്നുള്ള അജണ്ട വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ കാലങ്ങളായി ഈ പറയുന്ന രാഷ്ട്രീയ എതിരാളികളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ കാര്യത്തിൽ BJP അല്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും നമുക്ക് സമദൂരമാണ് ഉണ്ടായിരുന്നത്. എല്ലാ പാർട്ടികളോടും ഓരോ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിലും BJP ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ BJPക്ക് ഏതെങ്കിലും തരത്തിലുള്ള അധികാരം, സാമൂഹിക അംഗീകാരം, രാഷ്ട്രീയ അംഗീകാരം ലഭിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും മതസംഘടനാ നേതാക്കളുമായും സാമൂഹിക പ്രവർത്തകരുമായും സാംസ്കാരിക പ്രവർത്തകരുമായും ഏതൊക്കെ അർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ സാമൂഹിക ഗതി നിർണയിക്കാൻ സാധിക്കുന്ന ആളുകളുണ്ടോ അവരെ എല്ലാം നമ്മൾ കണ്ടിരുന്നു. അത് നമ്മളുടെ വിശാലമായ നമ്മുടെ കാഴ്ചപ്പാടിന്റെ ഭാഗമാണ്. അങ്ങനെ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്കിടയിൽ നമ്മൾ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നമ്മളെ പരാജയപ്പെടുത്താൻ വേണ്ടി കാസർഗോഡ് ഉൾപ്പെടെ BJPക്ക് പോലും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ വോട്ട് ചെയ്ത് SDPയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ എതിരാളികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാർട്ടിയെ തകർക്കുക എന്നുള്ളത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായി അവരെടുത്തിരിക്കുകയാണ്. നമുക്ക് മുസ്ലിം ലീഗോ CPM-ഓ കോൺഗ്രസോ ഒരു അജണ്ടയല്ല. നമ്മൾ അജണ്ടയാണ് എന്താണെന്ന് നമുക്കും നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്കും അറിയാം. പക്ഷേ കോൺഗ്രസിന്, മുസ്ലിം ലീഗിന്, CPM-ന് നമ്മളൊരു അജണ്ടയാണ്. നമ്മൾ വളർന്നു വരാതിരിക്കാനുള്ള എല്ലാ അർത്ഥത്തിലുള്ള ഗൂഢാലോചനയും അവർ നടത്തിക്കൊണ്ടേയിരിക്കും. അത് ഇന്നേ വരെയുള്ള തെരഞ്ഞെടുപ്പില് നമ്മുടെ അനുഭവമാണ്. പക്ഷെ ഏതെങ്കിലും നിലക്ക് നമ്മുടെ രാജ്യത്തെ അപകടകരമായി വളർന്നുകൊണ്ടിരിക്കുന്ന സാധാരണ പൗരന്മാരുടെ അടിയാധാരം വരെ പരിശോധിച്ച് അവര് രാജ്യത്തിന്റെ പൗരത്വ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളെ, ക്രൈസ്തവരെ, ന്യൂനപക്ഷങ്ങളെ ഈ രാജ്യത്ത് നിന്ന് ആട്ടിപ്പായിക്കുക എന്നുള്ള RSSന്റെ പ്രഖ്യാപിത അജണ്ട വളരെ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഏതെങ്കിലും നിലയ്ക്ക് ഈ പറയുന്ന ഈ അജണ്ടക്ക് ശക്തി പകരുന്ന നിലപാട് ഈ പറയുന്ന രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇത്രയും കാലം നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളത്.